അടുത്ത നമുക്ക് ടാനെക്സിൻ്റെ ചെയ്ത പോലെ തന്നെ കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രലും ചെയ്യാം. കോട്ടെക്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനെക്സിൻ്റെ പോലെ തന്നെ സ്റ്റാർട്ടിങ് കോട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ഇനി ആലോചിക്കാം ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ സൈൻ എക്സ് അവിടെ അല്ല 1 സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് സൈൻ എക്സിന് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്നിട്ട് സൈൻ എക്സ് ഈക്വൽ ടു യു ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, ഡി എക്സ് എഴുതി ഡി യു. ഓക്കെ, അപ്പോൾ സൈൻ എക്സിന് നമുക്ക് യു എന്ന് കൊടുക്കാം, കോസ് എക്സ് ഡി എക്സിന് ഡി യു എന്ന് കൊടുക്കാം. അതായത് ഈ കോസ് എക്സ് ഡി എക്സ് മൊത്തം ഉണ്ടല്ലോ, അതിന് ഞാൻ ഡി യു എന്ന് കൊടുത്തു, താഴെയുള്ള സൈൻ എക്സിന് യു എന്ന് കൊടുത്തു. അപ്പോൾ എന്തായി 1/u എന്നുള്ള ഫോമാറ്റിലായി, നേരത്തെ പോലെ തന്നെ. അപ്പോൾ ലോഗ് മോഡ് യു പ്ലസ് സി, യു എന്താ സൈൻ എക്സ്, ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ടാൻ എക്സിൻ്റെ പോലെ ലെങ്തി സ്റ്റെപ്പുകളൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. ഒരു 4 സ്റ്റെപ്പിൽ കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ കിട്ടും, ലോഗ് മോഡ് സൈൻ എക്സ്. ഓക്കെ, കോട്ടെക്സിൻ്റെ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാം. അടുത്തത് സീക്കെക്സിൻ്റെ ഇൻ്റഗ്രലാണ്. ടാൻ എക്സും കോട്ടെക്സും ചെയ്ത പോലെ എളുപ്പമല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ ഹേർട്ട് അറിയുന്ന ഒരാൾ മാത്രമേ ആ വഴിക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ സീക്കെക്സിൻ്റെ ഇൻ്റഗ്രലാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ കാണാതെ പഠിക്കുക തന്നെ വേണം. മറ്റൊന്നുമല്ല, സീക്കെക്സിൻ്റെ ഇൻ്റഗ്രൽ ആണുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ സീക്കെക്സ് പ്ലസ് ടാൻ എക്സ് ഉണ്ട്. സീക്കെക്സ് പ്ലസ് ടാൻ എക്സ് എന്നൊരു ടേം ഉണ്ട്, മുകളിലും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് കാണാതെ അറിയുക തന്നെ വേണം. ഇനി അടുത്ത സ്റ്റെപ്പ് വലിയ കുഴപ്പമില്ല, നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വഴി മനസ്സിലാവും ഇങ്ങനെ ചെയ്ത് എന്താണെന്നുള്ളത്. സീക്കെക്സ് ഇൻറ്റു സീക്കെക്സ് സീ സ്ക്വയർ എക്സ്, സീക്കെക്സ് ഇൻറ്റു ടാൻ എക്സ് സീക്കെക്സ് ടാൻ എക്സ്, അങ്ങനെ എഴുതാലോ. അത് വലിയ പണിയൊന്നുമില്ല, ഡിനോമിനേറ്ററിൽ മാറ്റണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൻ്റെ മെയിൻ ഐഡിയ എന്തിനാണോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. താഴെയുള്ള സീക്കെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, സീക്കെക്സ് ടാൻ എക്സ് ആണ്, അതുണ്ടല്ലോ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, സീക്ക് സ്ക്വയർ എക്സ്. അങ്ങോട്ട് മാറി മാറി വന്നതല്ലേ ഉള്ളൂ, നമുക്ക് തിരിച്ചെഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് മുകളിലുണ്ടല്ലോ, ഇതാണ് ഐഡിയ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ടാൻ എക്സിന് ആദ്യം എഴുതി, സീക്കെക്സിന് പിന്നെ എഴുതി. അതായത് സീക്കെക്സ് പ്ലസ് ടാൻ എക്സിന് പകരം ടാൻ എക്സ് പ്ലസ് സീക്കെക്സ് എന്ന് എഴുതി. നിർബന്ധമൊന്നുമില്ല, ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ലാഭിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും താഴത്തെ അങ്ങോട്ട് മാറ്റി എഴുതി. ഇപ്പോൾ നോക്കിയാൽ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, സീക്കെക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്കെക്സ് ടാൻ എക്സ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ രണ്ടിനും കൂടെ ഒരുമിച്ച് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനേ. അതായത് ടാൻ എക്സ് പ്ലസ് സീക്കെക്സിന് യു എന്ന് കൊടുക്കുക. പുട്ട് ടാൻ എക്സ് പ്ലസ് സീക്കെക്സ് ഈക്വൽ ടു യു. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട, എത്ര വലുതിനും നിങ്ങൾക്ക് യു എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ടാൻ എക്സ് പ്ലസ് സീക്കെക്സിന് യു എന്ന് കൊടുക്കുക, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്, സീക്കെക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്കെക്സ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ്, അല്ലെങ്കിൽ ഡി എക്സ് കൂടെ എഴുതി, റൈറ്റ് സൈഡിൽ ഡി യും കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ടാൻ എക്സ് പ്ലസ് സീക്കെക്സിന് പകരം യു എന്ന് കൊടുക്കാം, താഴെയുള്ളതിന് യു എന്ന് കൊടുക്കാം. മുകളിലുള്ള സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്കെക്സ് ടാൻ എക്സ് ഉണ്ടല്ലോ, ഒരു ഡി എക്സും കൂടെ, ഇതിന് മൊത്തം നമുക്ക് എന്ത് കൊടുക്കാം, ഡി യു എന്നും കൊടുക്കാം. സോ സിമ്പിളായിട്ട് ഡി യു ബൈ യു എന്ന് വരും. ഞാൻ ആദ്യം പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം നിങ്ങൾക്ക് പരിചയമുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറുന്നു. ഡി യു ബൈ യു എന്ന് മാറിയല്ലോ. ഡി യു ബൈ യു അല്ലെങ്കിൽ 1/uൻ്റെ ഇൻ്റഗ്രൽ എന്താ, ലോഗ് മോഡ് യു പ്ലസ് സി. അതിൽ യുവിൻ്റെ വാല്യൂ എന്താ, ടാൻ എക്സ് പ്ലസ് സീക്കെക്സ്, ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സീക്കെക്സ് പ്ലസ് സി. ഇനി പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സീക്കെക്സിൻ്റെ ഇൻ്റഗ്രൽ ആരും എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ സീക്കെക്സിൽ തന്നെ പറയല്ലേ നല്ല, സീക്കെക്സ് ടാൻ എക്സ് എന്നൊക്കെ നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ പറയാൻ വേണ്ടിയിട്ട് ടാൻ എക്സ് പ്ലസ് സീക്കെക്സിന് പകരം സീക്കെക്സ് പ്ലസ് ടാൻ എക്സ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സീക്കെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്കെക്സ് പ്ലസ് ടാൻ എക്സ്. അടുത്തതാണ് കൂട്ടത്തിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എന്നില്ല, നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും, ഇൻ്റഗ്രൽ കോസീക്കെക്സ് ഡി എക്സ്. സീക്കെക്സിൻ്റെ പോലെയൊക്കെ തന്നെയാണ്, ലാസ്റ്റ് സ്റ്റെപ്പിൽ ഒരു അഡീഷണൽ സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഓക്കെ, ഇൻ്റഗ്രൽ കോസീക്കെക്സ് കാണാൻ സീക്കെക്സിൻ്റെ ചെയ്ത പോലെ തന്നെയാണ്, ഒരു എക്സ്ട്രാ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, കൊസീക്കിൻ്റെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ്. കൊസീക്കിൻ്റെ എപ്പോഴും പെയറായിട്ട് വരുന്ന കോട്ടെക്സ് ആണ്. കൊസീക്ക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ആണ് 1. ഓക്കെ, അറിയാലോ. അപ്പോൾ കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ് കൊണ്ടാണ് ഞാൻ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് പൊളിച്ചു. അപ്പോൾ ന്യൂമറേറ്ററിൽ കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് വരും, ഡിനോമിനേറ്ററിൽ കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ് തന്നെ, ഒന്നും മാറ്റില്ല. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെറിവേറ്റീവ് ആ ഓർഡറിൽ വരാൻ വേണ്ടിയിട്ട്, ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്തത് മുകളിൽ ഒന്ന് അങ്ങോട്ട് മാറ്റി എഴുതി, അല്ല താഴെ അങ്ങോട്ട് മാറ്റി എഴുതി, പിന്നെ ലാസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മുകളിൽ മാറ്റി എഴുതാം. അതായത്
കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴേ ഞാൻ ന്യൂമറേറ്ററിൽ കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക്ക് എക്സ് കോട്ടെക്സിന് പകരം കൊസീക്ക് എക്സ് കോട്ടെക്സ് പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ചെയ്തേക്കും. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് അല്ലേ, ഒരു മൈനസിൻ്റെ കുറവല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമ്മൾ മുമ്പും കണ്ടു. കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. അവിടെയും കൊസീക്ക് സ്ക്വയർ എക്സ് ഉണ്ടല്ലോ, അവിടെ മൈനസിൻ്റെ കുറവല്ലേ ഉള്ളൂ, രണ്ടിടത്തും മൈനസിൻ്റെ കുറവേ ഉള്ളൂ, അപ്പോൾ പുറത്തെടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സിന് ഞാൻ യു എന്ന് കൊടുക്കുന്നു. ഡെറിവേറ്റീവ് കണ്ടാൽ കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്, കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, ഡി എക്സ് ഡി യു രണ്ടിടത്തും മൈനസ് ഉള്ളതുകൊണ്ട് മാത്രം എനിക്ക് പുറത്തെടുക്കാം. മൈനസ് ഓഫ് കൊസീക്ക് എക്സ് കോട്ടെക്സ് പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ഡി യു. ഈ മൈനസിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകാലോ. അപ്പോൾ എന്ത് വരും, കൊസീക്ക് എക്സ് കോട്ടെക്സ് പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു. ഞാൻ ഇങ്ങനെ ആക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മൾ എഴുതി വെച്ചതിൽ അതാണുള്ളത്. കൊസീക്ക് എക്സ് കോട്ടെക്സ് പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ആ വലിയ ടേം അല്ലേ, അതിന് മൈനസ് ഡി യു എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ കൊസീക്ക് എക്സ് കോട്ടെക്സിന് എനിക്ക് യു എന്നും കൊടുക്കാം. ചെയ്യാമല്ലോ. അപ്പോൾ എന്താവും, മൈനസ് ഡി യു ബൈ യു എന്നുള്ള സിമ്പിളായിട്ടുള്ള ടേമിലേക്ക് എത്തും. മൈനസ് പുറത്തെടുക്കാം, മൈനസ് ലോഗ് മോഡ് യു ആവും, കാരണം 1/u ആണ് പിന്നെ ഉണ്ടാവുക, നമ്മൾ കണ്ടു. ഓക്കെ, ഇനി മൈനസ് പുറത്തെടുത്തുകൊണ്ട് ചാടിക്കറി ഞാൻ 1 കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ് എന്ന് എഴുതിയതാണ്, അത് ചെയ്യരുത്. ഓക്കെ, പിന്നെയാണ് എനിക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, മൈനസ് ലോഗ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സ്റ്റെപ്പിൽ കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ് എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു യുവിന് പകരം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് 1/x ആണ്. അപ്പോൾ മൈനസ് ലോഗ് 1 കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സിന് പകരം മൈനസ് നമുക്ക് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 കൊസീക്ക് എക്സ് പ്ലസ് കോട്ടെക്സ് ആവും. ഈ സ്റ്റെപ്പ് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഡയറക്റ്റായിട്ട് റെസിപ്രോക്കൽ ചെയ്യാൻ കഴിയില്ല, കാരണം ഇതിൻ്റെ റെസിപ്രോക്കലായിട്ട് കൊസീക്കിൻ്റെ റെസിപ്രോക്കൽ സൈന്, കോട്ടിൻ്റെ ടാന്, ഒരിക്കലും അത് ചെയ്യരുത്, അതല്ല ആൻസർ. ഞാൻ ഇവിടെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. മുകളിൽ ഞാൻ കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, താഴെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ 1നെ കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് തന്നെ വരും. താഴെ ഞാൻ ഇവിടെ എഴുതി കൊടുക്കണം, നിങ്ങൾ ആൻസറിൽ എഴുതണമെന്നില്ല. കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് കരുതുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ, അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആവില്ലേ. അപ്പോൾ എന്താവും, കൊസീക്ക് എക്സിൻ്റെ സ്ക്വയർ മൈനസ് കോട്ടെക്സിൻ്റെ സ്ക്വയർ, കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് അല്ലേ. നോക്കി നോക്കൂ, കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, അതെന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഇതിന് പകരം 1 എന്ന് കൊടുക്കാം. ഒരു സ്റ്റെപ്പ് ലാഭിച്ച് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് ബൈ 1 എഴുതണ്ടല്ലോ. ഫൈനൽ ആൻസർ എന്തായിരിക്കും, ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഓക്കെ, ഇതാണ് കൊസീക്കിൻ്റെ ഇൻ്റഗ്രൽ.